ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ തന്നെ നീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകാണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ നീച്ചത്. നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു 5 മണിക്കാട്ടോ നീച്ചത്. കാക്കു നേരത്തെ പോകുന്നുണ്ടെങ്കിലൊക്കെ ഞാൻ 3:30 4 മണിക്ക് അങ്ങനെയൊക്കെ നീച്ചിട്ടുണ്ട്. അല്ല സ്കൂളുള്ള ടൈമിലാണെങ്കിൽ 5:15 5:30 അങ്ങനെയൊക്കെ കേട്ടോ നീച്ച് വരൽ. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞതിൻ്റെ ശേഷം സുട്ടുവിനെ മദ്രസ കൊണ്ടാക്കി വന്നിട്ടാണ് ഞാൻ കിച്ചണിക്ക് നിൽക്കൽ. ഇന്ന് പിന്നെ എന്താ ചായയും കടിയും ഞങ്ങൾ ഉണ്ടാക്കാൻ തന്നിട്ടില്ല. ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകാണ്ടേനു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ 7 മണിക്ക് പോകണം എന്നാണ് വിചാരിച്ചത്. അതുകൊണ്ടൊന്നും ഉണ്ടാക്കിയില്ല. പിന്നെ ഞാനും മക്കളും തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു ചായ, ഇത് എനിക്ക് നീച്ച പാടെ മസ്റ്റാണ് കേട്ടോ ഇത് കുടിക്കൽ. നീച്ച പാടെന്ന് പറയുമ്പം ആദ്യം ഞാനൊരു 1.5 ഗ്ലാസ് വെള്ളം കുടിക്കും കേട്ടോ. ഇത് ഞാനൊരു ഡോക്ടർ സംസാരിക്കണ കണ്ടതാണ് യൂട്യൂബിൽ. അപ്പോൾ എന്താ പറയുക, ആദ്യം ഈ അസിഡിറ്റി ഗ്യാസ് ഇങ്ങനത്തെ പ്രശ്നമുള്ളവരൊക്കെ ആദ്യം തന്നെ ചായ കുടിക്കരുത്. 1.5 ഗ്ലാസ് ചുടുവെള്ളമൊക്കെ കുടിക്കുക. അതിൻ്റെ ശേഷം ചായ കുടിച്ചാൽ മതി എന്നങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് കണ്ടതിൻ്റെ ശേഷം ഞാനും ആദ്യം ചുടുവെള്ളം കേട്ടോ, ഞാൻ പച്ചവെള്ളം സാധാ വെള്ളമാണ് കുടിക്കൽ, തണുത്ത വെള്ളം. അത് കുടിച്ചതിൻ്റെ ശേഷം കുറച്ച് ചൂടുള്ള ചായ കുടിക്കും. പിന്നെ ഒന്ന് നല്ല മഴയുള്ള ദിവസമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരാഴ്ചൻ്റെ അടുത്തായല്ലോ നമുക്ക് നല്ല മഴ തുടങ്ങിയിട്ട്. നമ്മുടെ നാട്ടിലൊക്കെ എല്ലാ ഭാഗത്തൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല, ഇങ്ങോട്ടൊക്കെ നല്ല മഴയാണ്. അതിൻ്റെ ഇടയിൽ എനിക്കൊരു 8ൻ്റെ പണി കിട്ടിയിരുന്നു കേട്ടോ. ഞാൻ ലാസ്റ്റ് പറയാം. അതിൻ്റെ ഇടയിൽ അത് കഴിഞ്ഞ് ഞാൻ ചായയൊക്കെ കുടിച്ച് പിന്നെ കടിയൊന്നും ഉണ്ടാക്കണില്ല. പിന്നെ ഞാനും മക്കളും തന്നെ ഉള്ളൂ. അതുകൊണ്ട് നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ അവർ കുടിക്കില്ല. അപ്പം ഞങ്ങൾ ഇനി പുറത്തുനിന്ന് കുടിക്കാമെന്ന് അറിഞ്ഞാണ്ട് ഞാനും മക്കളും കൂടെ ഹോസ്പിറ്റലിൽ പോവാണ്. അപ്പോൾ 6:45 ബസ് ഉണ്ടെന്ന് പറയുന്നു കേട്ടോ. പക്ഷേ അതൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല കേട്ടോ. മക്കളൊക്കെ നീച്ച് ഒരുങ്ങിയപ്പത്തിന് ആ ബസ്സൊക്കെ പോയി. പിന്നെ 7:10 ബസ്സാണ് കിട്ടിയത്. പിന്നെ ഈ ഹോസ്പിറ്റലിലേക്ക് ഞാൻ അധികം പോവലില്ല കേട്ടോ. എനിക്ക് വലിയ പരിചയവും കാര്യമൊന്നുമില്ല. മോളുമ്മാരുടെ കൂടെ 1-2 പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓളെയും കൂട്ടിയിട്ടാണ് പോകുന്നത്. നമുക്ക് പിന്നെ ഉമ്മാരുടെ കൂടെ പോയിട്ട് ഇങ്ങനെ എല്ലാ ഭാഗങ്ങളും കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഞാൻ വണ്ടൂർക്കാണ് അധികവും പോവൽ. സുട്ടുവിൻ്റെ സ്കൂളിലൊന്നും പറഞ്ഞേക്കാനൊന്നും പറ്റിയില്ല, ഓനെ കൊണ്ടുപോയി. കാരണം ഇവിടെ നിർത്തി പോയാൽ ആരും ഇല്ലല്ലോ സ്കൂളിലും മദ്രസയിലും വിടാനൊന്നും. അപ്പോൾ പിന്നെ ഞങ്ങൾ 3 ആളും പാടെ അങ്ങനെ പോയി. ഉമ്മ അധികവും ഈ ഹോസ്പിറ്റലിൽ തന്നെയാണ് പോകൽ. അതിരാവിലെ പോകട്ടോ. അത് പോകണോണ്ട് തന്നെ ഉമ്മക്ക് പെട്ടെന്ന് ഉമ്മ തിരിച്ചു വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഞാനും അതുപോലെ ചെയ്തതാണ്. എത്ര നേരത്തെ പോകണമെന്ന് വെച്ചാൽ അത്രയും നല്ലതാണ് നമുക്ക് കേട്ടോ. പിന്നെ എവിടെയും മരുന്ന് വാങ്ങിടത്തും അവിടെ ഒന്നും തിരക്കുണ്ടാവില്ല. ഓഫീസ് ഷീട്ട് എടുക്കുന്നിടത്തും ഒന്നും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് പോരാനും പറ്റും. അതുകൊണ്ട് ഞങ്ങൾ തന്നെ 9:15 ആയപ്പത്തിന് വീട്ടിൽ തിരിച്ചെത്തിയിരുന്നു. അങ്ങനെ മരുന്നൊക്കെ വാങ്ങി വീട്ടിൽ തിരിച്ചെത്തി. ചായയും കടിയൊക്കെ ഉണ്ടാക്കി. നല്ല മൈസൂർ പഴം പുട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അന്ന് ചായക്കടി ഉണ്ടാക്കിയത്. അങ്ങനെ ചായയും കടി ഞാൻ മക്കൾ കുടിച്ചതിന് ശേഷം നമ്മളെ കാക്കു വരാനിരിക്കണം. കാക്കു 10-10:30 എത്തുമെന്ന് അറിഞ്ഞു. അപ്പോൾ കാക്കുവിന് കഞ്ഞിയും പയർപ്പേരൊക്കെ വെച്ചിരുന്നു. അങ്ങനെ അതൊക്കെ റെഡിയാക്കിയതിൻ്റെ ശേഷം നമ്മളെ സിറ്റ് ഔട്ടിൽ ആകെ പട്ടികളൊക്കെ ആകെ നിരങ്ങി ആകെ ഇങ്ങോട്ട് തേക്കണം കേട്ടോ. അത് കണ്ടാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും എടുക്കാൻ തോന്നില്ല കേട്ടോ. പിന്നെ ഹോസ്പിറ്റലിൽ പോകാണ്ടായതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് എനിക്കിത് എടുക്കാൻ പറ്റിയത്. ഇപ്പോൾ കുറേ പട്ടികളും നായ്ക്കളും ഇറങ്ങിക്കണല്ലോ. അത് നമ്മളെ സിറ്റൗട്ട് മതിൽ കെട്ടിക്കണം. ഗേറ്റ് വെക്കാത്തതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് ഒന്നായിട്ടുണ്ട് വരും കേട്ടോ. അങ്ങനെ ഒരുപാട് വന്നിക്കണം. കുറേ കൂട്ടങ്ങൾ ചവിട്ടിയ പാടൊക്കെ കാണുന്നുണ്ട്. അത് കണ്ടാൽ പിന്നെ ആകെ മനസ്സൊക്കെ കേട്ടോ. അല്ലേ എനിക്ക് ഊരൊക്കെ വേദനയും കാര്യമൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒന്ന് വൃത്തി കിട്ടുന്ന ഭയങ്കര പണിയല്ലേ. കാരണം പൂച്ചയൊക്കെ ചവിട്ടുകയാണെങ്കിൽ അത്ര പ്രശ്നമല്ലല്ലോ. പട്ടികൾ നായ്ക്കളൊക്കെ ചവിട്ടി നമുക്ക് അതന്നെ ഒരു പണിയില്ല. അങ്ങനെ എനിക്കൊന്ന് അതിൻ്റെ പണി കേട്ടോ. വന്നതിന് ശേഷം ഒരുപാട് വെള്ളമൊക്കെ അടിച്ച് കഴുകി. നമുക്ക് 7 പ്രാവശ്യമൊക്കെ കഴുകണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ മദ്രസിലൊക്കെ. അതുപോലെ ഞാനും അതുപോലെ ചെയ്തിട്ട്, അല്ലെങ്കിൽ എനിക്ക് മനസ്സിക്കൊരു തൃപ്തിയാവില്ല. കാരണം നമ്മൾ ഈ നിസ്കരിക്കുന്നതൊക്കെ ചവിട്ടുമ്പോൾ നമുക്ക് മനസ്സിക്ക് എന്തൊക്കെ തോന്നും. അപ്പോൾ ഞാൻ അതേപോലെ കഴുകിട്ടോ 7 പ്രാവശ്യം കഴുകി. പിന്നെ മണ്ണ് കലക്കിക്കൊണ്ടും അങ്ങനെയൊക്കെ കഴുകി വൃത്തിയാക്കി. ഒരുപാട് സമയം എനിക്ക് തന്നെയാണ് പണി. കാരണം സീറ്റ് ഓഫിൽ ഒന്നായിട്ട് വെള്ളം നിർത്തിയേക്കല്ലേ. അങ്ങനെ ഒരുപാട് സമയം അങ്ങനെയും പോയി. നമുക്ക് ഈ ഗേറ്റും കാര്യമൊന്നും ഇല്ലെങ്കിലൊക്കെ അല്ലേ പ്രശ്നങ്ങളാട്ടോ. അത് പ്രത്യേകിച്ച് ഈ ശല്യമുള്ള ടൈമാണല്ലോ. അപ്പം
സത്യം പറയണമെങ്കിൽ ഈ ഗേറ്റും മതിലൊന്നുമില്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പോൾ പന്നിയാളെ എന്താ ഇറങ്ങുന്ന ടൈം ആകുമ്പോൾ അവരെ കൊണ്ടില്ല ബുദ്ധിമുട്ട്. ഇപ്പം നായ്ക്കളെയും പട്ടികളെയും ശല്യം. ഏതായാലും ഇൻഷാല്ലാ നമുക്ക് ചെറുതായിട്ട് ഗേറ്റൊക്കെ വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോഴൊന്നല്ല കേട്ടോ, കുറച്ച് കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ അത് വെക്കൽ അത്യാവശ്യമാണ്. കാരണം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെയാണ് നമുക്ക് അതിൻ്റെ എന്താ ഗേറ്റിൻ്റെ ഇത് മനസ്സിലാവുക. അപ്പോൾ ഇത് രാവിലെ തന്നെ എനിക്ക് നല്ലൊരു 8ൻ്റെ പണി കിട്ടിയെന്ന് തന്നെ പറയട്ടോ കൂട്ടുകാരെ. കാരണം ഒരുപാട് സമയം ഇതിമ്പോൾ ചിലവായി കിട്ടുന്നത്. കാരണം വേറെ ഒന്നുമല്ല, എനിക്ക് ചെറുതായിട്ടൊരു ഊരവേദനയും കയ്യിൻ്റെ വേദനയൊക്കെ ഉണ്ട്, എന്താ കാൽസ്യക്കമ്മി ഉണ്ട്. അതുകൊണ്ടാണെന്നൊക്കെയാണ് പറഞ്ഞത്. കുറച്ച് മരുന്നൊക്കെ വാങ്ങിച്ചിരുന്നു, അതൊക്കെ കുടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അല്ലെങ്കില്ല വലിയ കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് മാറി കിട്ടട്ടെ. അപ്പം ആദ്യത്തെ പോലെയൊന്നും പണികളൊക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. എന്നാലും ഞാനിങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ പോകുന്നുണ്ട്. ഒക്കെ ശരിയായിക്കോളെന്ന് വിചാരിക്കണം. അങ്ങനെ ഇതാ നമ്മൾ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. കഞ്ഞിയും പയറുപ്പേരിയൊക്കെ ഉണ്ടാക്കി വെച്ചു കാക്കൂന്. പിന്നെ ഇതാ ചോറും കറി ഉണ്ടാക്കണം. പിന്നെ ഒരുപാട് തിരുമ്പാനും ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ തിരുമ്പിയാണ്. നല്ല മഴയാണ്, മഴത്തും തിരുമ്പണം ഒക്കെ ഇങ്ങനെ എടുക്കുകയാണ്. ഇൻഷാല്ലാ ഒക്കെ ശരിയായിക്കോളെന്ന് വിചാരിക്കണം. അപ്പോൾ ഇതാ ഞാൻ ചിക്കൻ വെക്കണേ, നമ്മൾ സാധാ വെക്കണം. അത് നമ്മളന്മാരൊക്കെ വെക്കണേ അങ്ങനെയുള്ള പിന്നെ മോഡലാണ് വെക്കുന്നത് കേട്ടോ, പെട്ടെന്നാകാൻ വേണ്ടി. കാരണം നേരെ ഒരുപാട് വൈകിയതല്ലേ, അപ്പം കടിപൊടി കിട്ടിങ്ങാണ്ടല്ലേ വെപ്പാണ്. സാധാ മസാലപ്പൊടിയൊക്കെ ചേർത്ത് എല്ലാ പൊടികളും ചേർക്കുന്നുണ്ട്. അങ്ങനെ ഇങ്ങോട്ട് കുറച്ച് കറിയാക്കി ഇങ്ങോട്ട് വെക്കണം. പിന്നെ കാക്കുണ്ടല്ലോ, അപ്പോൾ ഞങ്ങൾക്ക് 2 നേരത്തിന് കുറച്ച് കറിയോടെ ആയിക്കോട്ടെ വിചാരിച്ചങ്ങോട്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ വെക്കുന്നത്. പിന്നെ ഈ ഉള്ളിയും ഉള്ളിയൊക്കെ വയറ്റിങ്ങാണ്ട് വെക്കണം. എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ, എനിക്കതൊരു മധുരം പോലെയൊക്കെ ഇത് തോന്നും. അപ്പോൾ ഇങ്ങനെയാണ് എല്ലാവർക്കും, എനിക്ക് മക്കൾക്കൊക്കെ ഇഷ്ടം. അപ്പം അന്ന് ഇങ്ങനെയാണ് വെക്കണത്. പിന്നെ പയറും കൈപ്പങ്ങി ഉപ്പേരി വെച്ചിക്കണം. അപ്പോൾ അതൊക്കെയുള്ളൂ ഇപ്പോൾ നമുക്കൊന്ന് ഉച്ചക്കത്തെ സ്പെഷ്യൽ. പിന്നെ ഇതാ സമയം ഒത്തിരി വൈകി, അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റിൽ വെപ്പാണ് വെക്കുന്നത്. പിന്നെ നമ്മൾ കാര്യമായിട്ട് സമയമൊക്കെ ചിലവഴിച്ച് നമ്മൾ നല്ല ടേസ്റ്റ് ഒരുപാട് സാധനങ്ങളൊക്കെ ചിലവാക്കി വെക്കുമ്പം അത് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. നമ്മളിങ്ങനെ ഒരു സിമ്പിളായിട്ട് ഒരു നെവർ മൈൻഡാക്കി പാചകം ചെയ്യണേ അതെല്ലാം ടേസ്റ്റ് ആക്കാരം. പിന്നെ പ്രത്യേകിച്ച് ഈ മഴയത്ത് ഇങ്ങനെയൊക്കെ വെക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അങ്ങനെ ഇതാ നമ്മൾ സ്പെഷ്യലൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കണം. പിന്നെ ഞാൻ തിരുമ്പലും കൊള്ളിയും എല്ലാം കഴിഞ്ഞു ചോറ് വയ്ക്കാൻ വേണ്ടി നിൽക്കണം.